ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. 8 വയസ്സുകാരനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന യുവതിക്കെതിരായ പരാതി വ്യാജമെന്ന് കണ്ടെത്തി മൂവാറ്റുപുഴ പോക്സോ കോടതി. പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് യുവതിക്കെതിരായ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യുവതിയെ വിട്ടയച്ചത്. 8 വയസ്സുകാരനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന യുവതിക്കെതിരായ പരാതി വ്യാജമെന്ന് കണ്ടെത്തി മൂവാറ്റുപുഴ പോക്സോ കോടതി വിടുതൽ ചെയ്തു. 2021 ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ ആൺകുട്ടിയെ യുവതി നിരന്തരമായി പീഡിപ്പിച്ചുവെന്ന് ഉരുളൻതണ്ണി സ്വദേശിനിയായ അമ്മ നൽകിയ പരാതിയിൽ 2022 സെപ്റ്റംബർ 4-നാണ് കുട്ടമ്പുഴ പോലീസ് കേസെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ യുവതിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ആൺകുട്ടിയുടെ ബന്ധു പീഡിപ്പിച്ചുവെന്ന സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം പരാതി നൽകിയിരുന്നു. ഈ കേസിൽ ഇടുക്കി ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇയാളെ ശിക്ഷിച്ചതാണ്. ഇതിലുള്ള വിരോധമാണ് ആൺകുട്ടിയെ യുവതി പീഡിപ്പിച്ചുവെന്ന പരാതി നൽകാൻ കാരണമെന്ന് അറിയുന്നു. ആൺകുട്ടി ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് യുവതി പീഡിപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് ആൺകുട്ടിയുടെയും അമ്മയുടെയും 2 സാക്ഷികളുടെയും മൊഴിയെടുത്ത് പ്രദേശത്ത് അന്വേഷണം നടത്തി. പരാതിയിൽ പറയുന്ന സമയം ആൺകുട്ടിയും അമ്മയും അവിടെ താമസിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. രേഖകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് പരിഗണിച്ച കോടതി കേസ് റദ്ദ് ചെയ്യുവാൻ അനുമതി നൽകി. ഇതിനിടെ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയെങ്കിലും ആവശ്യം തള്ളി. ആൺകുട്ടിയുടെ ബന്ധുവിനെതിരെ യുവതി പീഡന പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് യുവതിക്കെതിരെ വ്യാജ പരാതി സമർപ്പിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. പരാതി വ്യാജമാണെന്ന് തെളിയിക്കുന്ന ആൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കുട്ടമ്പുഴ CI ആയിരുന്ന എസ് ഷൈൻ, SI അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷണം. പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് യുവതിക്കെതിരായ പരാതി വ്യാജമാണെന്ന് പോക്സോ സ്പെഷ്യൽ ജഡ്ജി A സമീർ ശരിവെച്ചു. എറണാകുളം റൂറൽ ജില്ലയിൽ പോക്സോ കോടതി പരിഗണിച്ച ഇത്തരത്തിലുള്ള ആദ്യ കേസാണിത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.